ഞാൻ തിരുനെൽവേലിക്ക് പോകുമായിരുന്നു, ഞാനും അമ്മയും കൂടി. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നായിരുന്നു ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ തന്നെ എഞ്ചിനിൽ നിന്ന് രണ്ടാമത്തെ ബോഗിയിലായിരുന്നു ഞങ്ങൾ കയറിയത്. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഈ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി ആകെ ആ സീറ്റിൽ 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇച്ചിരി സ്ഥലം തന്നിട്ട് പറഞ്ഞു ഇവിടേക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓപ്പോസിറ്റ് 2 ചേട്ടന്മാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടൻ ഇറങ്ങി ഇപ്പുറത്തിരിക്കാമോ, അപ്പം ഞങ്ങൾ 3 ലേഡീസ് ഇവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ വേണ്ട, താൻ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അവസാനം ഞാൻ ചെന്നിട്ട് ആ ചേട്ടന്മാരുടെ അടുത്ത് പോയിരുന്നു. ഈ പുള്ളി ഒരു തെന്മല എന്തോ എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ആ പുള്ളിയുടെ അടുത്തിരുന്ന 2 പെൺകുട്ടികൾ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയായിരുന്നു. ഉറങ്ങിയ സമയത്ത് ഈ പുള്ളി എൻ്റെ കാലിൽ ടച്ച് ചെയ്തായിരുന്നു. ടച്ച് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണർന്നിട്ട് ഇയാളെ നോക്കിയപ്പോഴത്തേക്കിന് ഇയാൾ ഒന്നും അറിയാത്ത രീതിയിൽ ഇരിക്കുമായിരുന്നു. ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇയാൾ ആവർത്തിച്ചപ്പോൾ ഞാൻ ഇയാളെ ഒന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അപ്പം അയാൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇയാൾ മനഃപൂർവ്വമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇയാൾ മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണെന്ന് മനസ്സിലായിട്ട് ഞാൻ കാല് മാറ്റി വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ഇവിടെ സ്ഥലമുണ്ടല്ലോ, പുള്ളി ഇരിക്കുന്നതിൻ്റെ അടുത്ത് സ്പേസ് ഉണ്ടായിരുന്നു, ഇവിടെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടേക്ക് കാലെടുത്ത് മുകളിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, പുള്ളി നമ്മളെ ശല്യം ചെയ്യാമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേന് പുള്ളി ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് നേരെ ബാക്കിലോട്ട് പോയിട്ട് ആ തറയിലൊരു ഈ കുട്ടി കിടപ്പുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി, ഒരു തമിഴ് കുട്ടി കിടപ്പുണ്ടായിരുന്നു. അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഏകദേശം ഒരു 1:45 സമയമായിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ ഇയാൾ പോയി പെട്ടെന്ന് ഈ കുട്ടീനെ അവിടെ നിന്ന് തറയിൽ നിന്ന് എടുത്തത് ബെഡ്ഷീറ്റിൽ പുതച്ചേക്കുമായിരുന്നു കൊച്ചിനെ. ആ ബെഡ്ഷീറ്റോട് ഉൾപ്പെടെ എടുത്തുകൊണ്ട് വന്ന് ഈ സീറ്റിലിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ കുട്ടി ആയിരിക്കും. കണ്ടു കഴിഞ്ഞ പുള്ളി ആ കുട്ടിയോട് പെരുമാറുന്നതൊക്കെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ച് അയാളുടെ കുട്ടിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് അതും ഒരു തമിഴനായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ അതാ പുള്ളിയുടെ കുട്ടിയാണോ, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല, പുറകിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ലേ, അയാളുടെ കുട്ടി അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു റിലേറ്റീവ് ആണോ ഇനി? അന്നേരം പറഞ്ഞ് അല്ലെന്ന് തോന്നുന്നു, പുറവേ അവിടെ കിടന്ന് അവർ നേരത്തെ ഇതിനകത്തുള്ളതാ, പുള്ളി കൊല്ലത്തുനിന്ന് കയറിയതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഇയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് മനസ്സിലായി ഇത് അയാളുടെ കുട്ടി അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി വിചാരിച്ചു ഞാൻ ഫോണിൽ വീഡിയോ കാണുവാണെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പുള്ളീൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരു അച്ഛൻ മകളെ കെയർ ചെയ്യുന്ന പോലെ കുട്ടിയെ കയ്യിൽ വെച്ച് തന്നെ ഉറക്കാൻ ശ്രമിക്കുന്ന പോലെ, ഉറങ്ങിക്കിടക്കുമായിരുന്നു കുട്ടി, ഉറക്കാൻ ശ്രമിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഞാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യം പുള്ളിക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും ഞാൻ ഇത് ശ്രദ്ധിക്കാത്ത രീതിയിൽ ഫോണിൽ നോക്കിയിരുന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാമായിരുന്നു. അപ്പോഴാണ് ഈ പുള്ളി ഈ ബെഡ്ഷീറ്റ് എടുത്ത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് സൈഡിലോട്ട് ഫുള്ള് മറച്ചിട്ട് ഈ കൈ കുട്ടിയുടെ ശരീരത്തിലായിരുന്നു. എന്നിട്ട് ഈ കൈ വെച്ചിട്ട് ബെഡ്ഷീറ്റ് ഇങ്ങനെ നീക്കിയിട്ടിട്ട് വിൻഡോ സൈഡിലായിരുന്നു ആളിരുന്നത്. നീക്കിയിട്ടിട്ട് ഈ കുട്ടി ഒരു ഷോർട്ട്സും ഒരു ടീഷർട്ടുമായിരുന്നു ഇട്ടിരുന്നത്. ഈ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിലേക്ക് പുള്ളി കൈ കൊണ്ടുപോയി. ബാക്കി എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയും മോശമായിട്ടാണ് പുള്ളി ആ കുട്ടീൻ്റെ അടുത്ത് ചെയ്തത്. അപ്പം തന്നെ ഞാൻ പ്രതികരിച്ചു. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, ഇത് തൻ്റെ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു തൻ്റെ മോളാണോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, എൻ്റെ മോളല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കുട്ടിയുടെ റിലേറ്റീവ് ആണോ? അപ്പോൾ പറഞ്ഞു റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു താൻ പറയുന്നത് കള്ളമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ബഹളം കേട്ടപ്പോഴത്തേക്കിന് എല്ലാവരും ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ പേരൻറ്റും എല്ലാം എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, ഈ പുള്ളി നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ അവർ പറഞ്ഞു അറിയില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കിടന്ന കുട്ടിയെ അയാൾ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ ആരും അല്ലാത്ത ഒരാളല്ലേ അയാൾ, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അനങ്ങാതിരുന്നു? അപ്പം ഞങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഞാൻ പറഞ്ഞു ആ പുള്ളി ഇതുപോലെ ആ കുഞ്ഞിനടുത്ത് ഭയങ്കര മോശമായിട്ട് ബാക്കി അതെനിക്ക് പറയാൻ പറ്റണില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അത്രയും മോശമായിട്ടാണ് ആ കുട്ടിയുടെ അടുത്ത് അയാൾ പ്രതികരിച്ചത്. അപ്പോഴത്തേക്കിന് ഞാൻ ഈ പേരൻസ് കുട്ടിയുടെ അമ്മയൊക്കെ ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ആ അമ്മ അവിടെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ കുട്ടിയും പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റിട്ട് ഒരുമാതിരി വരണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും എല്ലാവരും ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പെങ്ങളെ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യം, ഈ പുള്ളി ആ കുട്ടിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു ഞാൻ എന്ത് മോശമായിട്ട് പെരുമാറി, എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫുള്ള് പ്രൂഫുണ്ട്, ഞാൻ എല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്ത് വീഡിയോ താൻ എടുത്തതെന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പുള്ളിയുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് ഞാൻ വീഡിയോ കാണിച്ചു, നീ ചെയ്തത് ഇതാണ്, നീ മേലെ ഇമാതിരി ഒരു പരിപാടി ഒരാളെടുത്തും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നെ ട്രെയിനകത്തുള്ളവരെല്ലാം കൂടെ വന്ന് പ്രശ്നമായി. അപ്പോൾ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസിന് ഞാൻ ഈ വീഡിയോയും കൈമാറി. ഈ പ്രതിയെ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പ്രതിയെ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു.
വീണ ഇത് കണ്ടില്ലായിരുന്നെങ്കിലോ എന്തോടെ സംഭവിച്ചത്? ഞാൻ കണ്ടില്ലായിരുന്നു, ഉറപ്പായിട്ടും പുള്ളി കുട്ടീനെ കൊണ്ട് പോയേനെ. കാരണം എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. ഒരു 1:45 സമയമായിരുന്നു, എല്ലാവരും ഉറങ്ങുമായിരുന്നു. എൻ്റെ അടുത്തിരുന്ന ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഈ കുട്ടി ഇയാളുടെ ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചപ്പം ഈ പുള്ളി ഓണമെന്നായിരുന്നു. പക്ഷെ ആ പുള്ളി ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് പുള്ളി അത് റിയാക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ച പുള്ളി ഒരാണല്ലേ, അപ്പോൾ അയാൾ ഇത് കാണുമ്പോൾ റിയാക്ട് ചെയ്യുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പുള്ളിയുടെ അടുത്ത് ചോദിച്ചത്, മോളാണോ, ഈ പുള്ളിയുടെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് ഓക്കെ അല്ല, കുട്ടിയെടുത്ത് അയാളുടെ കുട്ടിയല്ല ഇതെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളി പോലും അത് റിയാക്ട് ചെയ്തില്ല. പക്ഷെ എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനിത് റിയാക്ട് ചെയ്തില്ല. ഉറപ്പായിട്ടും ഈ കുഞ്ഞിനെ അയാൾ എടുത്തുകൊണ്ട് പോകാനെ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കൊച്ചിനെ കൊന്നു കളത്തേ ഉള്ളായിരുന്നു. അത്രയ്ക്കും ഒരു ക്രൂവൽ മൈൻഡായിരുന്നു അയാളുടേത്. അപ്പോൾ എനിക്ക് ആ കുട്ടീനെ രക്ഷിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. മാക്സിമം ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിക്ക് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പോലീസുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുനലൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു, പോയി മൊഴിയെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എന്താണ് എന്നെ കൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ സാക്ഷി പറയണം, ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. എനിക്ക് അയാൾക്ക് മാക്സിമം ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.